തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തന്നെ BJP C1, C2, C3, C4, C5 എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് 100 വാർഡിനെ തിരിച്ചുകൊണ്ട് അവർ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ശിശുക്ഷേമ സമിതിയുടെ ദീപക്കിനെ അടക്കമുള്ള ആളുകളെയൊക്കെ നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാരുടെ ഒരു നിരയെ തന്നെ, ഗായത്രി ബാബു ഉണ്ട്, വഞ്ചിയൂരിലെ ഗായത്രി ബാബു ഉണ്ട്, ഇപ്പോഴത്തന്നെ കൗൺസിലറാണ്, ചെറുപ്പക്കാരിയാണ്, അതുപോലെ തന്നെ ദീപക്കുണ്ട്, അങ്ങനെ തുടങ്ങിയ വലിയ നിരയെ നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് CPM തയ്യാറാണ്, ഇടതുപക്ഷവും. കോൺഗ്രസ് മോശമല്ല, അതിനകത്ത് വക്കീലന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പുതിയ ടീമിനെ പരീക്ഷിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വരുന്നു. അപ്പോൾ ഇങ്ങനെ 3 മുന്നണികളും രംഗത്ത് വന്ന് സജീവമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പോകുമ്പോഴാണ് മറ്റ് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. നമ്മുടെ പൂജപ്പുര വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കുത്തക വാർഡായിരുന്നു. മഹേശ്വരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ദീർഘകാലം ജയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ BJP പോയി, അത് BJP വാർഡായി മാറി. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് BJP വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം വനിതയായിരുന്നു, ഇപ്പോൾ പുരുഷനാണ് VV രാജേഷ്. തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷാണ് മത്സരിച്ച് അവിടെ നിന്ന് ജയിച്ചത്. പക്ഷേ കോർപ്പറേഷനിൽ അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് VV രാജേഷിന് ഭരണപക്ഷത്തിരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പക്ഷേ ഒരു പ്രശ്നം പറ്റുന്നത്, വീണ്ടും പൂജപ്പുരയിൽ VV രാജേഷിന് മത്സരിക്കണം. ഇനി മത്സരിച്ച് കോർപ്പറേഷനിൽ മേയറാകാം എന്ന് വിചാരിച്ചാലും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല, അത് വനിതാ വാർഡായി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ വാർഡിന് കണ്ടുപിടിക്കണം. മുടവൻമുകൾ വാർഡ് എന്ന് പറയുന്നത് സംവരണ വാർഡായി മാറിക്കഴിഞ്ഞു. ആര്യ രാജേന്ദ്രനും അവിടെ ഇനി മത്സരിക്കാൻ പ്രയാസമാണ്. ആര്യ രാജേന്ദ്രൻ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ സംവരണ വാർഡിൽ മത്സരിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കേണ്ട, അസംബ്ലിയിലേക്ക് റിസർവ് ചെയ്ത് വെക്കണം. തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോ ആര്യ രാജേന്ദ്രൻ മത്സരിക്കട്ടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന്. അതുപോലെ തന്നെ അശോക് കുമാറിൻ്റെ വാർഡ്, പിന്നെ പാൽക്കുളങ്ങര വാർഡ് വരുന്നു, പിന്നെ ആറ്റുകാൽ വരുന്നു. പല വാർഡുകളും ഇങ്ങനെ പല വാർഡുകളിലും സ്ഥാനാർത്ഥിത്വം മാറി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എവിടെ പോയി മത്സരിക്കും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഈ കൗൺസിലർ സീറ്റിൻ്റെ ഒരു പ്രശ്നം അസംബ്ലി സീറ്റ് പോലെ അല്ല. ഇത് വളരെ കൗൺസിലർ സീറ്റ് എന്ന് പറയുന്നത്, വാർഡ് എന്ന് പറയുന്നത് തന്നെ ചെറിയ സംവിധാനമാണ്. അതിനകത്തുള്ളവരോ അല്ലെങ്കിൽ അവിടെ ഫെമിലിയർ ആയിട്ടുള്ളവരോ ആണ് കൂടുതൽ പലപ്പോഴും ജയിക്കുന്നത്. പുറത്ത് മറ്റൊരു വാർഡിൽ നിന്നോ മറ്റൊരു ദേശത്ത് നിന്നോ വന്നു ജയിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ എങ്കിലും VV രാജേഷ് നെടുമങ്ങാടൊക്കെ മത്സരിച്ച ആളാണ്. പിന്നെ വന്നിട്ടും പൂജപ്പുരയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയിപ്പോൾ VV രാജേഷ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലോ ഒക്കെ ചിലപ്പോൾ രാജേഷ് നിയമത്ത് സാധ്യത കുറവാണ്. നിയമത്ത് കുറച്ചുകൂടി പ്രമുഖനായ ആരെങ്കിലും ആയിരിക്കും നിൽക്കുക. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ കുമ്മനം ഇനി മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. സുരേഷ് തിരുവനന്തപുരത്തുണ്ട്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളൊരു വലിയ കാൻഡിഡേറ്റാണ് സുരേഷ് ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീലേഖ IPS വന്നിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാർ നേരത്തെ തന്നെ ഇപ്പോൾ സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും കേന്ദ്രീകരിച്ച് വീണ്ടും അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണകുമാറോ ശ്രീലേഖ IPS അല്ല രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു സംഘമായിരിക്കും തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അസംബ്ലി സീറ്റിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ VV രാജേഷിന് കിട്ടുമോ എന്നൊരു സാധ്യതയുണ്ട്. അങ്ങനെ VV രാജേഷിന് അസംബ്ലിയിലും കിട്ടിയില്ല, ഇവിടെ കോർപ്പറേഷനിലും സീറ്റ് മാറിയിട്ട് അനുയോജ്യമായ വാർഡ് കിട്ടിയില്ലെങ്കിൽ നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അതുപോലെ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കോൺഗ്രസിനകത്തും ഇതുപോലുള്ള ഒരു വലിയ സാധ്യത പ്രശ്നം. ഇപ്പോൾ മഹേശ്വരൻ നായർക്ക് മത്സരിക്കാൻ കഴിയില്ല, മത്സരിക്കുമെന്ന് അറിയില്ല. അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും മത്സരിക്കാൻ സീറ്റില്ലാത്ത രീതിയിലുള്ള തിരിച്ചടി വന്നിട്ടുണ്ട്. അതിൽ ചിലർ അസംബ്ലിയിലേക്ക് പോയാലും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ്. അടുത്ത വാർഡുകളിൽ പോയി നിന്നാൽ രക്ഷപ്പെടുമോ എന്നുള്ളതും രാഷ്ട്രീയമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ടൊരു ചർച്ചയാണ്.